സൂര്യകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് റൈസ് കരിയർ ക്യാമ്പസിലാണ്. വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണ്, വളരെ മനോഹരമായ കുട്ടികളാണ്. അവർ നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. കം ഓൺ. പ്രിയദർശൻ സംവിധാനം ചെയ്ത കുറേ നല്ല നല്ല സിനിമകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടക്കകാലം പ്രിയദർശനായ കുറേ സിനിമകളുണ്ട്. അതിലൊന്നാണ് ബോയിങ് ബോയിങ്. അന്നത്തെ ഈ തലമുറയെ ചിരിപ്പിച്ച് പുള്ളി ഒരു വഴിക്കാക്കിയ സിനിമയാണ്. അതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ കുറേ പെർഫോമൻസ് ഉണ്ട്. അതിലൊരു പെർഫോമൻസാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. കുട്ടികൾ അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റൈസ് കരിയർ ക്യാമ്പസിലെ നല്ല അടിപൊളി കുട്ടികളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ ആദ്യമായി വിളിക്കുന്നു മിസ്റ്റർ അജയ്. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കയറാം. അജയ്, എന്തൊക്കെയാണ് വിശേഷം? നല്ല കോസ്റ്റ്യൂമാണ് കേട്ടോ എല്ലാവരുടെയും, നല്ല കളർ കോമ്പിനേഷൻ. അപ്പോൾ മോനി സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചാണല്ലേ? റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ OP ഒളശ തിരിച്ചിട്ടാലും മറച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമക്കാർ വായിക്കും, കാശ് തന്നത് വാങ്ങിക്കും. അകാലാരണത്തിന്റെ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ആർട്ടിസ്റ്റ് ആണല്ലേ? അല്ല, അത് അല്ല, അഹാനാത്മത്തിന്റെ അല്ലേ? അഹാനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ്? അല്ല, അതല്ല, അപഹാരണത്തിന്റെ. ഇത് അപഹരിക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെ. രണ്ടാമത് പരീക്ഷ എഴുത്. അപരാഹാനത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നീലിമയിൽ അവർ നടന്നകന്നു. ഭീമനും സീതയും ബീഡി വലിച്ചു. ഭീമനും സീതയും? ഇവൻ എന്തായി ജപിക്കണേ? ഭീമനും സീതയാണോ ബീഡി വലിച്ചത്? ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. ഭീമനും യുധിഷ്ഠിരനും സീതയുടെ മാറ് പിളർന്ന് രക്തം കുടിച്ചു. യുധിഷ്ഠിരൻ. ദുര്യോധനൻ. ഗുരുവായൂരപ്പനെന്ന് ജലദോഷമായിരുന്നു. അമ്പലത്തിലെ അകാല വിളക്കുകൾ തെളിയുന്ന സമയത്ത് അവൻ അവളോട് ചോദിച്ചു, നീ വരില്ല എൻ്റെ കൂടെ ആനകളെയും തെളിച്ചുകൊണ്ട്. ഓക്കെ, ഇത്രയും കാലം പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു കാര്യം വന്നപ്പോ സട കൂടെ ഞെടിയിട്ടല്ലോ. തിരിഞ്ഞു നോക്കണ്ട. ആള് ഭയങ്കര എന്താണ്, വന്നപ്പോഴേ നല്ല കോസ്റ്റ്യൂം കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വരുമ്പോഴേ തന്നെ ക്യാറ്റ് വാക്കിലൊക്കെയാണ് നടക്കുന്നത് തന്നെ. അതൊക്കെ നല്ല വളരെ നല്ല ആറ്റിറ്റ്യൂഡാണ്. എന്താണ് പേര്? ബ്രിജീഷ. എവിടെയാണ് നാട്? തൃശ്ശൂർ. അനിയനാണോ? ചുമ്മാ അല്ല അത്ര ഹെൽപ്പ് ചെയ്തത്. സത്യം. അപ്പൊ റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ OP ഒളശ PO ഒളശ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, പൈസ തന്ന് വാങ്ങിക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അപരാഹനത്തിന്റെ അനന്തപാതയിൽ അവൻ നടന്നു നീങ്ങി. ഭീമനും ദുര്യോധനനും ബീഡി വലിക്കായിരുന്നു. സീതയുടെ മാറ് പിളർന്ന് ദുര്യോധനൻ രക്തം കുടിച്ചു. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു. അമ്പലത്തിൽ അകാല വിളക്കുകൾ തെളിയുന്ന നേരത്ത് അവൻ അവളോട് ചോദിച്ചു, ഇനിയും വരില്ലേ ഇതുവഴി ആനകളെയും തെളിയിച്ചുകൊണ്ട്. എങ്ങനുണ്ട്? ഇദ്ദേഹം
നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പലപ്പോഴും പിടിച്ച് അവിടെ നിർത്തും, കറങ്ങി തിരിച്ച് വേറെ എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. നമ്മുടെ ക്യാമറമാർ വീണ്ടും ക്യാമറയും കൊണ്ട് അങ്ങോട്ട് ഓടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇപ്പം തന്നെ ഇവിടെ വരാൻ പറഞ്ഞാൽ അവിടെ പോയി നിൽക്കും. അൻസറിൻ്റെ ഭയങ്കരമായില്ലേ? എൻ്റെ മക്കളുടെ പേര്? എൻ്റെ പേര് അലോക ഷാജൻ. അലോക ഷാജൻ. നല്ല നൈസ് നെയിമാണ്. എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ച്? ഇതുവരെയൊക്കെ പറയാം, ഇവരെല്ലാവരും പുതുമയായിട്ടാണ് പറഞ്ഞത്. അതിന് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞു. കരിയർ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവിയേഷനിലായാലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലായാലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത് നമുക്ക് ഇവിടെ കോഴ്സിനായാലും പലതരം കോഴ്സുണ്ട്. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ ചെയ്യാം, അതുപോലെ തന്നെ ജോബും രണ്ടും കൂടെ ഒരുമിച്ച്. പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവർ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവർ തന്നെ ജോബ് ഇല്ലേ, ആ ഒരു ഫീസ് അടയ്ക്കാനുള്ള ജോബ് ഇവർ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തു. ഈ അക്കാഡമിയിൽ തന്നെ വളരെ വലിയൊരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഏവിയേഷൻ്റെ പിള്ളേർക്കായാലും ഹോസ്പിറ്റാലിറ്റി പിള്ളേർക്കായാലും ഇന്റേൺഷിപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ഏവിയേഷന് 3 days എയർപോർട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പം ഹോസ്പിറ്റാലിൻ്റെ പിള്ളേർക്ക് ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർ കുറച്ച് കുറവാണ്. ഇതൊക്കെയാണ് പുതുമയെന്ന് പറയുന്നത് കേട്ടോ. അല്ല, കോളേജ് നന്നായിരുന്നു, നല്ല സാറ്, നല്ല കോളേജ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആക്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. മറന്നുപോയി. അല്ല, അത് ഓർമ്മ വരും. നമുക്ക് ഇവിടെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞു തരാം. റെഡി? പറഞ്ഞാൽ പോരെ, ആക്ട് ചെയ്യണ്ടല്ലോ. ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യുന്നവർക്കാണ് പ്രൈസ്. ഇപ്പോഴും പ്രൈസ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ റെഡി, ആക്ഷൻ. ഫസ്റ്റ് എന്തായിരുന്നു തുടക്കം? ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ പിയോ ഒളശ, ഒളശ പിയോ, തിരിച്ചിട്ടാലും മറച്ചിട്ടാലും ഒളശ. പെണ്ണുങ്ങൾ ഇത് വായിച്ചാൽ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ ഇത് വായിക്കും, കാശ് കൊടുത്ത് വാങ്ങിക്കും. എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ രോമാഞ്ചത്തോടെ. അപരാനത്തിന്റെ അനന്തപദങ്ങളിൽ അവൻ നടന്നകന്നു ആകാശ നീലമയിൽ കൂടെ. ഭീമനും യുധിഷ്ഠിരനും നീര് വലിക്കുകയായിരുന്നു. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. സീതയില്ലേ? അടിപൊളി. സീതയുടെ മാറ് പിടർന്ന് ദുര്യോധനൻ രക്തം കുടിച്ചു. അമ്പലത്തിൽ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു. അയ്യോ, ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു കേട്ടോ. അതിന് എന്നെ നോക്കുന്ന എന്തിന്? ഇത് കേട്ടായിരിക്കും ഞാനാണെന്ന് ഗുരുവായൂരപ്പൻ ജലദോഷം. എനിക്ക് സംശയമില്ലാതില്ല. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ ആണ്ടവാ. അമ്പലത്തിൽ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൻ അവളോട് ചോദിച്ചു. എന്താ? എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞോട്. ആൾക്ക് സ്ക്രിപ്റ്റ് എവിടെ പോയെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി. വരുമോ നീ ഇതിലെ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാലും എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എത്ര വർഷമായിട്ട് ഞാനൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ വിളിക്കുന്നു വരുമോളെ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. എന്താ പേര്? റോണി. റോണി. എവിടെയാണ് നാട്? കോട്ടയം. അയ്യോ, എന്നാടാ എവിടെയല്ലേ? ശരിയാണ്. കണ്ടായിരുന്നല്ലോ അദ്ദേഹം അഭിനയിച്ചത്? കണ്ട് അഭിനയം വളരെ രസകരമല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ റെഡി, ആക്ഷൻ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂ വിരിഞ്ഞു. മണ്ണിൽ വിരിഞ്ഞ പൂ അങ്ങ് വിരിഞ്ഞെന്ന്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. മണ്ണിൽ വിരിഞ്ഞ പൂ വാടിയപ്പോ OP ഒളശേ, ഒളശേ OP ഒളശേ. അതെ, ചോദിക്കാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വാ ഒട്ടിയൊക്കെ ഇരിക്കും. ഒളശയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഒളശേ. ഇതറിഞ്ഞ ഇത് വായിച്ച പെണ്ണുങ്ങൾ ചിരിക്കും, അല്ല പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും. സിനിമക്കാര് വായിക്കും, എന്നിട്ട് ഇത് മേടിക്കും, കാശ് കൊടുത്ത് മേടിക്കും. അപരാഹനത്തിന്റെ അല്ല, അതിന് മുമ്പ് വേറെ കഥ, ഒരു കഥ മൊത്തം അങ്ങ് മാറ്റിയേ. അതിന് മുമ്പ് എന്താ പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നവർ പുല്ല. അപരാഹനത്തിന്റെ അനന്തതയിൽ അനന്തപാതയിൽ നീലിമേൽ അവർ നടന്നു അല്ലേ? ആകാശ നീലിമേൽ അവർ നടന്നു. ഇല്ല. ഇത് എവിടെ പോകുന്നു? ഡാൻസ് വേണ്ട, ആക്ടിങ് മതി. അവര് നടന്നകന്നു. ചാടി ചാടി നിക്കണ ആംഗ്രി ബേർഡ്സ്. ഭീമനും യുധിഷ്ഠിരനും വീടി വലിച്ചു.
സീതയുടെ മാറ് പിളർന്ന് ചോര കുടിച്ചു. ആര്? ദുര്യോധനൻ. ഗുരുവായൂരപ്പൻ എന്ന് ഉറങ്ങായിരുന്നു. ഉറക്കം വരുന്നത് ഗുരുവായൂരപ്പനാന്ന് ഉറങ്ങുമായിരുന്നത്. അല്ല, ജലദോഷമായിരുന്നു. ഉറങ്ങുമായിരുന്നത് സ്വന്തം പരിപാടിയൊക്കെ പറയല്ലേ. ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനല്ല, ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ ജലദോഷമായിരുന്നു. അമ്പലത്തിലെ അകാരവിളക്ക് തെളിയിച്ചു. തെളിഞ്ഞ സന്ധ്യ പറഞ്ഞ അങ്ങനെ പറഞ്ഞു തരത്തില്ലേ? അതെന്താ ഇത്രയും നേരം ഇവരെല്ലാം വന്ന് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് പറഞ്ഞു, ആക്ട് ചെയ്ത് ഇതൊക്കെ കേട്ടോണ്ട് നിന്നല്ലേ? ഇടയ്ക്ക് ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് വിശ്വസിക്കാൻ ഞാൻ ആരാന്നാടാ നീ വിചാരിച്ചത്? ഈ മണ്ണനാണെന്നോ? തെളിഞ്ഞ സന്ധ്യയിൽ അവർ നടന്നകന്നു. എങ്ങനെ? അവൻ അവളോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? ആനയെ അല്ല വരില്ലേ നീ? അല്ലല്ല, അങ്ങനല്ല. ആനയെ മേയിച്ചോണ്ട് നീ വരില്ലേ അല്ലേ? തെളിയിച്ചോണ്ട് ആനയെ തെളിയിച്ചോണ്ട് വരില്ലേ? അത് മിഴുങ്ങിപ്പോയി ഇടയ്ക്ക് അറിയാതെ. പറഞ്ഞു ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്താ പേര്? ഷനിൽ. എവിടെ? നാടെവിടെ? കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ ഇരട്ടി. ഇരട്ടിയില്ല. ഓക്കെ. പാട്ട് മാപ്പിളപ്പാട്ട് പാടുമെന്ന് തോന്നുന്നില്ല. മാപ്പിളപ്പാട്ടൊന്നും പാടില്ല. പാട്ട് പാടും ചെറുങ്ങനെ. ഓക്കെ. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി ബീജിയായി കുളിർവാഹിയായി മനമൊരു സുധീഴയായി. അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് കിടക്കാം അല്ലേ? സ്ക്രിപ്റ്റ് പഠിച്ചിട്ടില്ല. അതിപ്പോൾ ഹെൽപ്പ് ചെയ്ത് തരും എല്ലാവരും. റെഡി, ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ പൊപ്പി ഒളശപ്പിയോ. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട. ഇത് വായിച്ചാൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിക്കുമ്പോൾ പെൺപിള്ളേർ കരയും, ആണുങ്ങൾക്ക് ചിരി വരും. ആണുങ്ങൾക്ക് കരി വരും, പിള്ളേർ ചിരിക്കും. പിള്ളേർ ചിരിക്കും. കുട്ടികൾ സിനിമാക്കാർ വായിക്കും. ആ കാലങ്ങളിൽ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി ആട്ടോ. ക്യാമറ റെഡി അല്ലേ? അപകരണത്തിന്റെ മറന്നു. അനന്തവനങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ അല്ല, ഓൻ നടന്നു കഴിഞ്ഞു. ഓൻ കൊന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഭീമനും യുധിഷ്ഠിരരും നടന്നു നീങ്ങി. എല്ലാരും നടന്നു കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രങ്ങൾ എവിടെ? വീഡിയോ വലിച്ചു. അതാണ് മുമ്പ് സിഗരറ്റ് വലിപ്പിച്ചത് അവിടെ. സീതന്റെ മാറി പിളർന്ന് രക്തം കുടിച്ചു. ആര്? ഭീമൻ. ഭീമനെ കൊണ്ട് എല്ലാവരും ജയിപ്പിക്കുന്നത് ശരിയാണോ? യുധിഷ്ഠിര, ദുര്യോധനൻ. എന്ത് ഈ ദുനിയാവില്ലാത്ത പേരൊന്നും പറയാൻ നീ ചേട്ടൻ ഡയലോഗ് പറയൂ. ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാൾ പറയാ, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? എന്നാ ശരി, പിടിച്ചോ. ദുര്യോധനൻ. ദുര്യോധനൻ. ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തേ. ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു. അമ്പലത്തിന്റെ നടയിൽ പൊന്നോ ഒടുക്കത്ത അഭിനയം. അകാലവിളക്കുകൾ തെളിയുന്ന സമയത്ത്
ഇത് നീ എന്നെ അടിക്കാൻ പോകുന്നല്ലേ പറയുന്നത്. ഞാൻ എന്നെ ഒന്നും ചെയ്യല്ലോ, അങ്ങോട്ട് നോക്ക്. വിളക്ക് തെളിയുന്ന സമയത്ത് ഓൻ അവളോട് ചോദിച്ചു ഓൻ എന്തുട്ടാണ് പറയുന്നത്? വരുമോന്ന്. വരുമെന്ന് എങ്ങോട്ട്? അല്ലേ? പള്ളിയിലോട്ടാണോ? എന്താണോ ഈ കാണിക്കുന്നത്? പല മരക്കുറ്റിയും പിടിച്ച് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിൽ എക്സ്പ്രഷൻ കിട്ടിയ. ഇത് വരില്ലേ, വഴിയില്ലേ, വരില്ലേ? ഇതുവഴി വരില്ലേ? ആരാ? അവളോട് ആര് വരില്ലേ? ഓള് വരില്ലേ? അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. ആനയും തെളിച്ചുകൊണ്ട് അവൻ വന്നു. വരും. വരില്ലേ? വരില്ലേ? ശരിയെന്നാ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. എങ്ങനെയുണ്ട്? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. അവൻ ചിരിപ്പിച്ചെന്നെ ഒരു പരുവാക്കി കേട്ടോ. എന്താണ് പേരെന്താണ്? പേര് എബിൻ. എബിൻ കുറച്ചും കൂട്ടി. കണ്ണൂർ കൂത്തുറമ്പെന്ന് വരുന്നു. എബിൻ ആക്ഷൻ. റെഡി? ഒരു നീണ്ട ദോശ. അവൻ വിശന്നിരിക്കുകയാണ് കേട്ടോ. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ദോശയിൽ എന്തായിരുന്നു? ദോശയാണോ കൊണ്ടുവന്നത്? ഒളശയും ഒളശയും തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശയും തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾ കലിപ്പാവും, ദേഷ്യം വരും, കുട്ടികൾ ചിരിക്കും, ബാക്കി സിനിമക്കാര് വന്ന് കേൾക്കും, അത് കഴിഞ്ഞിട്ട് മേടിക്കും. കേൾക്കുമല്ല, സിനിമക്കാർ വായിക്കും, അത് കഴിഞ്ഞിട്ട് മേടിക്കും. പിന്നെ അപരാഗനത്തിന്റെ അനന്തപദങ്ങളിൽ അവളെ ഞാൻ അമ്പലത്തിലോട്ട് വിളിച്ചു. ഒരു മര്യാദയൊക്കെ വേണ്ടടാ, അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ആനയും കൊണ്ട് വന്നു. ആ പെണ്ണ് ഇറങ്ങി ഓടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപരാഗനത്തിന്റെ ആകാശ നീലിമയിൽ നിന്ന് അവളെ ഞാൻ നോക്കി അവളെയും കൂട്ടി ഞാൻ നടന്നു നീങ്ങിയപ്പോൾ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അവളെയും കൂട്ടി തന്നെ നടന്ന് നീങ്ങത്തുള്ളൂ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ആനയും കൂട്ടിയിട്ട് അമ്പലത്തിൽ വരണം. അവൾ ആനയും കൂട്ടി അമ്പലത്തിൽ വരണം. കൊള്ളാം. എന്തായാലും ഭീമനും ദുഷ്യന്തനും യുധിഷ്ഠിരനും സീതയുടെ മാറിൽ പിളർന്ന് ഗുരുവായൂരപ്പൻ ബീഡി വലിച്ചു. പിന്നെ സീതയുടെ മാറ് പിളർന്ന് രാമനും ദുഷ്യന്തനും പിളർന്ന് ചോര കുടിച്ചു. ആര്? ദുഷ്യന്തൻ. യുധിഷ്ഠിരനും ഭീമനും മാറ് പിളർന്ന് സീതയുടെ ബീഡി വലിച്ചവര്. ഗുരുവായൂരപ്പൻ എന്തുവായിരുന്നു? ഉറങ്ങിയെന്നോ? നീയാണ് ഈ ഉറക്കം ഇവിടെ കൊണ്ടുവന്നത്. ഗുരുവായൂരപ്പൻ ബീഡി വലിച്ചു. എല്ലാരും ബീഡി വലിച്ചാൽ എന്തോ എങ്ങനെയാണ് സ്ഥിതി? ഗുരുവായൂരപ്പൻ ഉറങ്ങി എണീറ്റു. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു. ഉറങ്ങി എണീറ്റു. അമ്പലത്തിലെ അകാര വിളക്കുകൾ തെളിയുന്ന സമയത്ത് അവളോട് ഞാൻ പറഞ്ഞു. ശരി, എന്താ പറഞ്ഞു? ആന വരുമ്പോ അമ്പലത്തിൽ അകാര വിളക്ക് തെളിയുന്ന സമയത്ത് അവൻ അവളോട് ചോദിച്ചു, വരില്ലേ? ആനയും തെളിച്ചുകൊണ്ട് വരൂലേ? നന്നായിരിക്കുന്നേ. പേര് ജെയിംസ്. തൃശ്ശൂർ. ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ഒളശ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒളശ. എനിക്കിത് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾ കലിവരും, കുഞ്ഞു പിള്ളേർ ചിരിക്കും. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? സിനിമക്കാർ വായിക്കും, കാശ് കൊടുത്ത് വാങ്ങിക്കും.
അപഹരണം അപരാഹനത്തിന് അപരാഹനത്തിന്റെ നീണ്ട പാതയിൽ നീലപ്പീലി വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ആകാശ നീലകളിൽ നീലമേൽ അവൻ നടന്നകന്നു ഭീമനും യുധിഷ്ഠിരനും പീഡി വലിച്ചു. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി ശരിയാ, എന്നാന്നേ ബ്യൂട്ടിഫുൾ. സീതയുടെ മാർപിടർന്ന് ദുര്യോധനൻ രക്തം കുടിച്ചു. ഗുരുവായൂരപ്പൻ അന്ന് ജലദോഷമായിരുന്നു. അമ്പലത്തിലെ അകാല വിളക്കുകൾ തെളിയിക്കുന്ന സമയത്ത് അവൻ അവളോട് ചോദിച്ചു, വരില്ലേ നീ എൻ്റെ ഇനിയും ആനകളെ തെളിയിച്ച് എങ്ങനെയുണ്ട്? എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. അയ്യോ യെസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ റൈസ് കരിയർ ക്യാമ്പസിലെ കുട്ടികൾ അതിമനോഹരമായിരുന്നു. മനോഹരമായി തന്നെ അവർ സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് അത് ആക്ട് ചെയ്തു. കുറേ പേര് പുതിയ സ്ക്രിപ്റ്റുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. കോമഡി ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതുവരെയും ഗുഡ് ബൈ.